മെറ്റനോയ മിനിസ്ട്രീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു ആമുഖമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സാമൂഹികമായിട്ടുള്ള അടയാളങ്ങൾ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ ചിന്തിക്കാം. ക്രൈസ്തവ സഭയാകുന്നതിന് മുമ്പ് തന്നെ സ്ക്രിപ്ചറിലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിലൊക്കെ പല സ്ഥലങ്ങളിൽ കർത്താവ് വരുന്നതും യെശയ്യാപ്രവചനത്തിലും അതുപോലെ എഹെസ്കേൽ പ്രവചനത്തിലുമൊക്കെ കർത്താവ് വരുന്നതും രാജ്യം സ്ഥാപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവമക്കൾ ലോകത്തിലെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടൈപ്പ് ആളുകളേ ഉള്ളൂ ലോകത്തിൽ പറയാനായിട്ട്. ഒന്ന് ദൈവമക്കൾ, രണ്ട് ലോകജനത. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത. രണ്ടാമത് ലോകജനത. ലോകജനതയെന്ന് നമ്മൾ പറയുന്നതിനകത്ത് കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കാത്തവർ എല്ലാവരും ലോകജനതയായിട്ട് വരും. ഇപ്പോഴുള്ള ഈ കൃപായുഗം കുറച്ച് നാളുകൂടെ കാണുള്ളൂ. നേരത്തെ സംസാരിച്ചതുപോലെ ഇതിന് നമുക്ക് ഈ പ്രീ റപ്ചർ പീരീഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ കുട്ടികൾക്ക് എക്സാമിനേഷന് മുമ്പ് ഒരു സ്റ്റഡി ലീവ് കിട്ടുമല്ലോ എന്ന് പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ടവർക്ക് ഇതൊരു പ്രീ റപ്ചർ പീരീഡാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു പ്രീ ട്രിബുലേഷൻ പീരീഡും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ആ കർത്താവ് വന്നതിന് ശേഷം സാത്താന് ഈ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റെ സാത്താന്യ ഭരണത്തിൻ്റെ കീഴിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് പറയുമ്പോഴേ എന്തോ ദുഃഖവും സങ്കടവും ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. 6500ഓളം സംസാര ഭാഷ ലോകത്തിലുണ്ട്. 2 ലക്ഷത്തിനടുത്തുള്ള സംസ്കാരങ്ങളുണ്ട് ലോകത്തിലുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ 5 കൾച്ചർ തന്നെ കാണാം. വടക്കൻ കേരളത്തിൽ തന്നെ അതിൽ കൂടുതലുണ്ട്. തുളു ഭാഷയുണ്ട്, കൊങ്കിണി സംസാരിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ മലയാളം തന്നെ വേറൊരു രീതിയിലാണ്. മധ്യ കേരളത്തിൽ വരുമ്പോൾ വേറൊരു രീതിയിലാണ്. തെക്കൻ കേരളത്തിൽ വേറൊരു രീതിയിലാണ്. കിഴക്കൻ ഈസ്റ്റ് സൈഡിൽ വേറൊരു രീതിയിലാണ്. തീരപ്രദേശത്ത് വേറൊരു സ്റ്റൈലാണ്. അതിൽ നിരവധി ജാതികൾ, മതങ്ങൾ ഒക്കെ വസിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിൽ 800 കോടി ജനം ഈ ഭൂമിയിൽ വസിക്കുന്നു ഒരുമിച്ച്. അവിടെ നമുക്കറിയാം, ഒരു 2 വർഷത്തിന് മുമ്പ് കോവിഡ് വന്ന സമയത്ത് എല്ലാം നിശ്ചലമായതായിട്ട് നമുക്കറിയാം. എല്ലാം നിശ്ചലമായി. ദാറ്റ് മീൻസ് ഒന്ന് എല്ലായിടും അടച്ചിട്ടു. ഞാൻ ഓർക്കുന്നു, ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര വരെ ഒന്ന് പോകാനായിട്ട് ആ സമയത്ത് ഒരാവശ്യം വന്നപ്പോൾ പോകാനായിട്ട് കളക്ടറുടെ ഓഫീസിൽ പോയി പെർമിഷൻ എടുത്ത്, അത് പെർമിഷൻ എടുക്കുക മാത്രമല്ല ആ പോകുന്ന വഴിക്ക് വഴിയിലെ ഓരോ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 5 കിലോമീറ്ററിലൊക്കെ ചെക്ക് പോസ്റ്റ് വെച്ച് ആളുകളെ പോലീസ് തടഞ്ഞു നിർത്തി. എന്തോ സ്ട്രിക്റ്റാണ്. ഒരാളുമില്ല, ഒരു കടയുമില്ല, ഒരു സാധനമില്ല. ആ രീതിയിലാണ് എല്ലാം വിജനമായി കിടക്കുന്നൊരനുഭവം. അപ്പോഴിത് മനസ്സിലാക്കുന്നത് എന്താണ്? നമുക്ക് അടച്ചിടാനായിട്ട് പറ്റും. ലോകം മുഴുവൻ അടച്ചിടാൻ ആരും ഒന്ന് മൂവ് ചെയ്തില്ല. എന്താണ്? ഒരു സോപ്പ് കുമിളയ്ക്ക് തോൽപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വൈറസിനെ പേടിച്ചിട്ട് മനുഷ്യന് പെരയ്ക്കകത്തിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ആൻറ്റി ക്രൈസ്റ്റിന് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഈ സിമ്പിളായിട്ട് മനുഷ്യർക്ക് മനസ്സിലായി. അത് അന്ന് അറിയാം, ആരാധനാലയമില്ല, കമ്മ്യൂണിയനില്ല, സുവിശേഷം അറിയിപ്പില്ല, ഒരു സാധനമില്ല, വിസിറ്റ് ചെയ്യാൻ പോലും പെർമിഷനില്ല. എൻ്റെ ഒരു സുഹൃത്ത് കാൺപൂരിൽ മരിച്ചിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി അടക്കുന്നത് ഇവിടെ നിന്ന് TV-യിലെ വീട്ടുകാർ വാട്സാപ്പിൽ കൂടെ കാണുകയല്ലാതെ അവിടെ നിന്ന് പോകാൻ പോലുമുള്ളൊരു സൗകര്യമില്ലാത്ത രീതിയിലായിരുന്നു ആ സമയം. ഇത് ഈ കോവിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ ട്രിബുലേഷൻ്റെ ഒരു അടയാളമാണ്. കർത്താവ്
കർത്താവ് വന്ന് വിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞിട്ട് ആൻറ്റി ക്രൈസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഈ രീതിയിലൊക്കെ ആയിക്കൂടായികയില്ല എന്ന് പറയുന്ന രീതിയിലൊരു ഷാഡോ ആയിട്ടാണ് അത് കണ്ടത്. ഈ ലോകത്തിലെ മേജർ മതങ്ങൾക്കെല്ലാം സപ്പോർട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിന് സപ്പോർട്ടുണ്ട്, ഗൾഫ് കൺട്രീസ്, ബുദ്ധിസത്തിന് ജപ്പാൻ സപ്പോർട്ടുണ്ട്, ഹിന്ദുയിസത്തിന് ഇന്ത്യ സപ്പോർട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യന് ഒരു സപ്പോർട്ടും ഇന്നെങ്ങുമില്ല. ഇൻ ദ വേൾഡിലെ ഒരു സപ്പോർട്ടും ഇല്ലാതിരിക്കുന്നത് ക്രിസ്തീയ സമൂഹമാണ്, ക്രിസ്തീയ സഭയ്ക്കാണ്. നമ്മൾ പറയാം അമേരിക്കയൊക്കെ ക്രിസ്തീയ സമൂഹത്തിന് സപ്പോർട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയുള്ളൂ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് സപ്പോർട്ടൊന്നുമില്ല. അതുപോലെ കാണുന്ന കാര്യം 1950 ശേഷം പുതിയ തലമുറയിലെ ദൈവവിശ്വാസം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത്. ദാറ്റ് മീൻസ് ഇന്ന് കൂടുതൽ ആളുകൾ എത്തിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കാണുന്നത്. യൂറോപ്യൻ സ്ഥലങ്ങളിലൊക്കെ അനേകം ആരാധനാലയങ്ങൾ, പള്ളികൾ പൂട്ടി ഇന്നതൊക്കെ ജിംനേഷ്യമായിട്ടും ബാറായിട്ടും ഒക്കെ മാറ്റപ്പെട്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ശാസ്ത്ര പുരോഗതി വന്നു, ലോകത്തിൻ്റെ പുരോഗതികൾ വന്നു, പഴയതിൽ നിന്ന് ഇത്തിരി വ്യത്യാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ വലിയൊരു ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഇന്ന് ലോകമായിരിക്കുന്നു. കാരണം ആ ഒരു രീതിയിലാണ് ആയിരിക്കുന്നത്. ഈവൻ നമുക്കറിയാം യന്ത്രമനുഷ്യനൊക്കെ വന്നതും എല്ലാം നമ്മളെ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈവൻ ഇമോഷൻസ് വരെയുള്ള സോഫി പോലുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്ത് വിടുന്നൊരു സ്റ്റേജിലേക്കായി, ഈവൻ ക്ലോൺ ചെയ്ത് മനുഷ്യനെ വരെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലേക്കായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യൻ ചെയ്താൽ കൊത്തി മുറത്തിക്കയറി കൊത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പിന്നെ പറ്റത്തില്ല. ക്രിയേറ്റ് ചെയ്ത ദൈവമാണെന്ന് നമ്മൾ പഠിപ്പിക്കുക, അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യനെ പോലും ഇഷ്ടമനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജിലേക്ക് സയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് പറയുമ്പോൾ, സാമൂഹികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് പുരോഗതിയാണ് വന്നിരിക്കുന്നത് ശാസ്ത്രത്തിന്. അതനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഇനിയും മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കർത്താവിൻ്റെ വരവ് ഇനി അധികം ദീർഘിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മത്തായി 16:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മത്തായി 16:1-3. അനന്തരം പരീശരും സദൂക്യരും അടുത്തു വന്ന് ആകാശത്തു നിന്നൊരു അടയാളം തരണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയില്ലല്ലോ. നോക്കി, യേശുക്രിസ്തു പരീശന്മാരോടും സദൂക്യരോടും പറയുന്നതാണ്. അവരടയാളം ചോദിച്ചു. യേശു ദൈവത്തിൽ നിന്ന് വന്നതാണെന്നുള്ള അടയാളമാണ് ചോദിക്കുന്നത്. അതിന് യേശു പറയുന്ന ഉത്തരം, കാലത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യനത് കഴിയത്തില്ല. അവർ ഈ ലോകത്തിൽ ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് ഭൂമിയിലുള്ള കാര്യങ്ങളിലെ കൂടുതൽ ആകൃഷ്ടരായി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ശ്രദ്ധ മാറിപ്പോകും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാനായിട്ട് അവർ പ്രാപ്തരാണ്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് അവർ വസിക്കുന്നതുകൊണ്ട് പൊരുൾ തിരിച്ചറിയാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ മക്കൾക്ക് പറ്റും. കാലലക്ഷങ്ങളെ ഗ്രഹിക്കാനായിട്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. നോഹ പെട്ടകം പണിതു, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുവരെ മഴയൊന്നും പെയ്തിട്ടേ ഇല്ല. ആ സമുദ്രത്തിൽ നിന്ന് നീരാവി പൊങ്ങി ആ സമയത്ത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. മഴയെന്നുള്ളത് ജനം കണ്ടിട്ടില്ല. എന്നാൽ ഒരു കരഭൂമിയിൽ സാധാരണ കപ്പലൊക്കെ എവിടെ പണിയുന്നത്? കപ്പലൊക്കെ പണിയുന്നത് കടലിൻ്റെ സൈഡിലോ തീരത്തിലോ ഒക്കെയാണ് കപ്പൽ പണിഞ്ഞത് തെള്ളി വെള്ളത്തിലോട്ട് ഇറക്കാൻ വേണ്ടി. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ നോഹ ദൈവം പറഞ്ഞ അനുസരിച്ച് പെട്ടകം പണിയുക. ഒരിടത്തിരുന്ന് പെട്ടകം പണിയുക. എന്താണ് പണിയുന്നത്? ഇപ്പം മഴ വരുമ്പോൾ എല്ലാം വെള്ളത്തിലാവും, അതുകൊണ്ട് നിങ്ങളിതിൽ കയറിക്കോണം എന്നും പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിട്ട് പെട്ടകം പണിയുമ്പോൾ ആളുകളെല്ലാം അവനെ കളിയാക്കി. ഇവൻ എന്താ ചെയ്യുന്നത്? ലോകത്തിലെ ആളുകളെല്ലാം കളിയാക്കി.
ഇതേ കാര്യമാണ് ഇന്ന് ലോകത്തിലുള്ള ആളുകൾ നമ്മളെയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കർത്താവ് വരും, ഇപ്പം കർത്താവ് വരും, ഇതൊക്കെ ലക്ഷണമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രൻ്റെ നാളിലുമാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മൂടിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ കാണുന്നത് നോഹയുടെ സമയത്ത് മനുഷ്യൻ്റെ ചിന്താഗതികൾ ഏത് രീതിയിലായിരുന്നു. നോഹയുടെ സമയത്ത് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളെ നിരൂപണമൊക്കെയും എപ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. ആ സമയത്ത് മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ദൈവം ഇവിടെ കാണുന്ന ദൈവം അനുദപിച്ചു കഴിഞ്ഞ് അവൻ തീരുമാനിച്ചു, ഞാൻ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ നശിപ്പിച്ചു കളയും. അതുമാത്രമല്ല, അതിൻ്റെ ഭവിഷ്യത്ത് ഭൂമി എല്ലാ ക്രിയേഷനും ഏറ്റെടുക്കുകയാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലം മനുഷ്യനെ മാത്രമല്ല, മൃഗത്തെയും ഇഴജാതികളെയും ആകാശത്തിലെ പക്ഷികളെയും ആ സസ്യലതാദികളെ എല്ലാം ഈ ജലപ്രളയത്തിൽ നശിപ്പിക്കാനായിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ദുഷ്ടത വലുതാണെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ നിരൂപണം എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. അങ്ങനെയാണ് ജലപ്രളയത്തിലെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ടും അവന് മാനസാന്തരപ്പെടുവാനായിട്ട് അവസരം കൊടുത്ത് നോഹ പ്രസംഗിച്ച് നടന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ കളിയാക്കി. ഇന്നും ഇതുപോലെയാണ്. സുവിശേഷം പറയുമ്പോൾ കളിയാക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസൂടെ ഞാൻ പറയുകയാണ് ഈ തരുണത്തിൽ. ഞാൻ ബാങ്കിൽ നിന്നൊരു സീനിയർ ലെവലിൽ റിട്ടയർ ചെയ്തൊരു ഓഫീസറായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപയിൽ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ദൈവം അവസരം തന്നിട്ടുണ്ട്. പലരോടും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അവർ കളിയാക്കുന്നൊരു പ്രകൃതി. നിനക്ക് ഇതേ ഉള്ളോ പറയാൻ? നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, ആ രീതിയിൽ കളിയാക്കുന്ന ഒരു സ്റ്റൈല് ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, ഞങ്ങളാരും പോകത്തില്ലേ, ഞങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതിനൊന്നും വിലയില്ലേ, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ കള്ളൊന്നും കുടിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ദോഷപ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സ്വർഗം അങ്ങനെ ഒരിടത്ത് ദൈവം വിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനെയൊക്കെ ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അത് നോഹയുടെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്ന്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വരവെങ്കിലും ആകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോത്തിൻ്റെ കാര്യം അതുപോലെ തന്നെയാണല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-28 ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അവിടെ നമുക്കറിയാം സോദോമ്യ പാപം അവിടെ ഉണ്ടായിരുന്നു എന്ന്, ഹോമോസെക്ച്വാലിറ്റി. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ലോത്തിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ലോത്തിന് സംഭവിച്ച എന്താണെന്നറിയാലോ, അവൻ്റെ ക്യാരക്ടറിൽ അതേ രീതിയിൽ ഇന്ന് പിതാക്കന്മാർ ഇന്നുണ്ട് പുത്രിമാരോട് ചെയ്യുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസവും കോടതിയിൽ നിന്ന് വിധി വന്നു. സ്വന്തം പിതാവ് പുത്രിയുമായിട്ട് ഉള്ള ബന്ധം, അവിടെ 2 ഹീനജാതികൾ ജനിച്ചു. എത്ര പിതാക്കന്മാർ അതേപോലെ തന്നെ ഇന്ന് ജയിലിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തു പോയി ലോകം. പിശാച് അത്രയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യന് ആരാണ് എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിലില്ല എന്നുള്ള, ഇതൊക്കെ നമ്മൾക്ക് കാണുന്ന സാമൂഹ്യ അടയാളങ്ങളാണ്. ഇത് തീർന്നിട്ടില്ല. സാമൂഹ്യ അടയാളങ്ങൾ ഒരുപാട് ഇനി പറയാനായിട്ടുണ്ട്. ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയാം. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ 15 മിനിറ്റ്സ് ടൈമുള്ള സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വരവാസന്നമായി ഈ ലോകത്തിൻ്റെ പോക്ക് ആ രീതിയിലാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഒരിക്കലും പഴയതുപോലെ നോഹയുടെ പോലെ ലോത്തിൻ്റെ പോലെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ ലോകം വരും. അത് ഇതുവരെയും ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും
യേശു വഴി ചെയ്ത ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പെല്ലാം ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യാതെ വരുന്നൊരു സ്റ്റേജിലേക്ക് വരും. ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം അതിനുള്ള ഒരുപാട് സാധ്യതകളായി. ഇപ്പോഴും നമുക്ക് പലർക്കും അറിയാമല്ലോ, പള്ളിയിലൊന്നും പലരും പോകത്തില്ല. കാരണം അതെല്ലാം ഇന്ന് ലൈവായിട്ട് നമ്മുടെ വീട്ടിൽ വരും. വീട്ടിൽ ഇരുന്നാൽ മതി വർഷിപ്പ്. സഭായോഗങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് പലതും അങ്ങനെയാണ്. രണ്ടാമത്, ഫെലോഷിപ്പിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം വീട്ടിലാണ്. കമ്മ്യൂണിക്കേഷനെല്ലാം നഷ്ടപ്പെട്ടു. ആരോട് സുവിശേഷം പറയത്തില്ല. കമ്മ്യൂണിക്കേഷന് നമ്മൾ സ്വന്തമായിട്ട് വാഹനം ഉപയോഗിച്ച് അതിലേ പോവുള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ആരുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. ഹോസ്പിറ്റലിൽ ആരും വിസിറ്റ് ചെയ്യാൻ പോകത്തില്ല. ഒന്നി അവിടുന്ന് ഇങ്ങോട്ട് പകരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല. ഫോണിൽ കൂടെ മാത്രമേ ഉള്ളൂ. ആ ഫോണിൽ കൂടെയുള്ള റിലേഷൻഷിപ്പേ ഉള്ളൂ. മക്കളും അപ്പനും തമ്മിലുള്ള റിലേഷൻ കുറഞ്ഞു. ഇതെല്ലാം നമ്മൾ വീണ്ടും ചിന്തിക്കും. ഈ വരുന്ന അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കും. തീർച്ചയായും നിങ്ങളിത് വാച്ച് ചെയ്യണം. സാമൂഹിക അടയാളത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് സാമൂഹിക അടയാളങ്ങളുണ്ട്, രാഷ്ട്രീയ അടയാളങ്ങളുണ്ട്, ശാസ്ത്രീയ അടയാളങ്ങളുണ്ട്, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോഴെല്ലാം നമുക്ക് ഉറപ്പാണ് കർത്താവ് വരുമ്പോൾ ഏറ്റവും എത്ര ആസന്നമായിരിക്കുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇത് നിങ്ങൾ വാച്ച് ചെയ്തതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യണം. ഏതെങ്കിലും മിസ് ചെയ്ത് പോയെങ്കിൽ നിങ്ങൾ വീണ്ടും പോയിട്ട് അത് സെർച്ച് ചെയ്ത് കാണണം. തീർച്ചയായും ഇത് വലിയ അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുങ്ങിയിരിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ. കർത്താവെ, ഇന്നത്തുള്ള സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഈ ലോകം കർത്താവെ എത്ര ഡീഗ്രേഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇപ്പോഴുള്ളത് കർത്താവെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു അവധി പോലെ ആകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നിൻ്റെ വരവാസന്നമായിരിക്കുന്നു. ഞങ്ങൾ കൂടുതൽ ഒരുങ്ങുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി ചിലർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചില രോഗികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വലിയ വിടുതലയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നിയുടെ പ്രശ്നങ്ങളായിട്ട് കർത്താവെ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. ദൈവമേ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ വിടുതലയക്കണമേ, സഹായിക്കണമേ. കർത്താവെ, ഒന്നുകിൽ ഡോണറെ കൊടുക്കണം, അല്ലെങ്കിൽ അത് നീ ക്യൂർ ചെയ്യണം. നിനക്ക് അതിന് അൾട്ടിമേറ്റായിട്ടൊരു സൊല്യൂഷനുണ്ട്. നീ അത് ചെയ്യണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ റിലീസ്, വിടുതൽ ഈ ദിവസങ്ങൾ അവരുടെ കുടുംബങ്ങൾ കൊടുക്കുകയും സന്തോഷത്തോടെ ഇരിപ്പാനായിട്ട് കൃപയൊരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുനീരും കണ്ണീരിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കേട്ടവരെല്ലാം അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു തരണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ. നിങ്ങൾക്കത് ചെയ്യാം. അത് അനേകർക്ക് പ്രയോജനമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.